നമ്മുടെ അനീഷേട്ടനും ഷാനവാസിക്കയും തമ്മിലാണ് ഹൃദയങ്ങൾ കൈമാറിയത്. അതായത് അവരവരുടെ ഹേർട്ട് വെച്ചിട്ടുള്ള ആ ഒരു പില്ലോ നമ്മുടെ അനീഷേട്ടൻ ആദ്യം തന്നെ ഷാനവാസിക്കയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഷാനവാസിക്ക ഭയങ്കര ഒരു എൻ്റർടൈനറാണ്. വേറെ ഒരു ഡൗട്ടും ഇല്ല. എൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ഷാനവാസ്. ഫണ്ണാണ്, എല്ലാമാണ്. ആദ്യ നാളുകളിൽ വഴക്കായിരുന്നു. പക്ഷേ പിന്നീട് എൻ്റെ മനസ്സിലൊരു ഇടം പിടിച്ചു ഷാനവാസ്. അറിയാതെ ഫോം ചെയ്തൊരു സൗഹൃദമാണ്. ഇതെനിക്ക് ലൈഫ് ലോങ് വേണമെന്നാണ് നമ്മുടെ അനീഷേട്ടൻ ഷാനവാസിക്കയോട് പറഞ്ഞത്. നമ്മുടെ ഷാനവാസിക്കയുടെ വാക്കുകൾ കേട്ടിട്ട് പക്ഷേ അനീഷേട്ടൻ കുറച്ച് വിഷമിച്ചു. കരയുന്ന പോലായി. ആൾ കരഞ്ഞു കേട്ടോ. ആദ്യം എൻ്റെ ഒരു റേസിംഗ് ബാൻഡ് അടിച്ച് അവിടെ നിന്നാണ് തുടക്കം. ആദ്യം എനിക്ക് അവനെ ഇഷ്ടമേ ആയിരുന്നില്ല. അവനെ ഞാൻ വിടത്തില്ലെന്ന് തീരുമാനിച്ചതാണ്. ഒരുപാട് ഞാൻ പുറകെ നടന്ന് ഡിസ്റ്റർബ് ചെയ്ത് അവനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ പതിയെ 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 ആൾ എനിക്ക് ചെറിയൊരു ഇടം തരാൻ തുടങ്ങി. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഷാനവാസ്, എൻ്റെ ഹൃദയം കല്ല് പോലെയാണ്. ഞാൻ ഒരിക്കലും ആരെയും എൻ്റെ ഹൃദയത്തിനുള്ളിൽ കയറ്റില്ല. എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. കാരണം നിങ്ങളുടെയും എൻ്റെയും ക്യാരക്ടർ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എക്സ്ട്രീം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഷാനവാസിക്ക പറയാണ്, അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇവൻ്റെ ഹൃദയത്തിനുള്ളിൽ കയറി ആ കല്ലുകൾ പൊട്ടിച്ചിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്ന് ഞാൻ വിചാരിച്ചതാണ്. അവൻ്റെ ആ കയ്യകലം പിന്നെ പതിയെ പതിയെ മാറാൻ തുടങ്ങി. ഞാൻ അവൻ്റെ അടുത്തേക്ക് എത്തി. അവൻ എൻ്റെ അടുത്ത് ഐ ലവ് യു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ അറിയാതെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടായി. ഇപ്പോൾ അവൻ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. അവൻ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അനീഷേട്ടനെ നോക്കുമ്പോൾ അനീഷേട്ടൻ അവിടെ നിന്ന് കരയുകയായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അനീഷ് ചോദിക്കുമ്പോൾ അനീഷേട്ടൻ ഒന്നും ഇടാതെ നിൽക്കുകയാണ്. വിഷമിച്ച് തല താഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ അനീഷേട്ടനും ആ സൗഹൃദത്തിൽ ഒരുപാട് സന്തോഷവാനാണ്. ഒരുപാട് എന്തൊക്കെയോ ആയി വന്ന മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഒരു 2-3 ആഴ്ചകളായിട്ട് എല്ലാം ചേഞ്ചായി. ആളുടെ ക്യാരക്ടർ മാറി. ഒരുപാട് നല്ലൊരു മനുഷ്യനെ പോലെ എല്ലാവർക്കും ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെയാണ് അനീഷേട്ടനിൽ വന്ന മാറ്റം. അപ്പോൾ അതിനാണ് അനീഷേട്ടൻ കരയുന്നത് ഷാനവാസിക്കയുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട്. ഇതൊക്കെ കണ്ടിട്ട് വിഷമത്തോടെ ലാലേട്ടനെ നോക്കി നിൽപ്പുണ്ട് കേട്ടോ.